ആസ് എ ഡെവലപ്പർ ഞാൻ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തൊരു സാധനമാണ് പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഇപ്പോൾ ഒരു ഡെവലപ്പർ മാത്രമല്ല, ജീവിതത്തിൽ ഏത് സാധനം ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ലേസിനെസ് വരുന്നതാണ് പ്രോക്രാസ്റ്റിനേഷന്. അപ്പോൾ ഇത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടാവില്ലേ, നമ്മൾ സോഷ്യൽ മീഡിയ ഒഴിവാക്കണം, അത് ഒഴിവാക്കണം, ഇത് ഒഴിവാക്കണം, അങ്ങനെ കുറേ സാധനങ്ങൾ കാണുന്നിട്ട് നമ്മൾ കുറച്ച് ട്രൈ ചെയ്ത് നോക്കും, എന്നിട്ട് പിന്നെയും ഡ്രോപ്പ് ചെയ്യും. ഈ സൈക്കിൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കാം. അപ്പോൾ ഇതെങ്ങനെ ബ്രേക്ക് ചെയ്യാൻ നോക്കുക. ഇതെങ്ങനെ ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റൂട്ട് കോസിനെ പറ്റി പഠിക്കണം. അത് എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു മടി വരുന്നത് എന്നുള്ളത്. അപ്പോൾ അതിന് ഞാൻ ആലോചിച്ചപ്പോൾ കണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തീരുമാനിക്കാമെന്ന് വിചാരിച്ചു. ഫോർ എക്സാമ്പിൾ ഡെവലപ്പറിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് നോക്കണം. ഞാനൊരു ഫുൾ സ്റ്റാക്ക് മേളിൽ ചാറ്റ് ആപ്ലിക്കേഷൻ ഉണ്ടാക്കാണ്. അതൊരു വലിയ ടാസ്ക്കാണ്. ഈ വലിയ ടാസ്കുകൾ ചെയ്യാൻ നമുക്ക് ഭയങ്കര മടിയായിരിക്കും. അതായത് നമ്മളെ ബ്രെയിന് നമുക്ക് എന്ത് തരും, അത് വലിയല്ല, ഇപ്പം ഞാൻ ചെയ്താൽ തീരുമോ, അല്ലെങ്കിൽ ഇന്ന് തുടങ്ങിയ കാര്യം ഉണ്ടാവും, അങ്ങനത്തെ ഒരു ഇതിൽ മടിയായിട്ട് നമ്മൾ എന്ത് ചെയ്യും, വലിയൊരു ടാസ്ക് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ തുടങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. തുടങ്ങാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് ഒരു 90% ഓഫ് ടൈം നമ്മൾ ഈ സാധനം ചെയ്യാത്തത്. അപ്പോൾ നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഈ തുടങ്ങാനുള്ള ബുദ്ധിമുട്ടിനെ നമ്മളൊന്ന് ഇല്ലാണ്ടാക്കണം. അതായത് നമ്മൾ പ്രോഗ്രാമിങ്ങിൽ ഒരു കൺസെപ്റ്റ് ഉണ്ട്, ഡിവൈഡ് ആൻഡ് കോൺകർ എന്ന് പറഞ്ഞിട്ട്. ഈ വലിയ ടാസ്ക് എന്നുള്ളത് അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് ആ വലിയ ടാസ്കിനെ ചെറിയ സബ് ടാസ്ക് ആയിട്ട് മാറ്റാം. അതായത് ഇപ്പോൾ ഞാനിവിടെ ഈ ഒരു കേസിൽ പറയുകയാണെങ്കിൽ, ഞാനൊരു ചാറ്റ് ആപ്ലിക്കേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണെങ്കിൽ അതിനകത്ത് കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതൊരു ഡിസൈൻ കണ്ടുപിടിക്കണം. രണ്ടാമത് ബേസിക് ആയിട്ടുള്ള ഫ്രണ്ട് എൻഡ് റിയാക്റ്റിൽ ചെയ്യണം. മൂന്നാമത്തത് ചാറ്റ് ആപ്ലിക്കേഷൻ്റെ ബാക്ക് എൻഡ് എൻഡ് പോയിന്റുകൾ എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം. നാലാമത്തത് ഈ എൻഡ് പോയിന്റുകൾ നമുക്ക് ആക്ച്വലായിട്ട് കോഡ് ചെയ്യണം. പിന്നെ ഡിപ്ലോയ് ചെയ്യണം. ഇങ്ങനെ കുറേ ടാസ്കുകൾ ഉണ്ടല്ലോ. ഇങ്ങനെ കുഞ്ഞു 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 ടാസ്കുകളാക്കിയിട്ട് ആ കുഞ്ഞു ടാസ്കിൽ മാത്രമായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അതായത് ഇന്ന ദിവസം ഞാൻ ഈ ഒരു സാധനം മാത്രമേ ചെയ്യുള്ളൂ എന്ന് ആലോചിച്ചാൽ മതി. വലിയ ചാറ്റ് ആപ്ലിക്കേഷനോ സാധനം ഒന്നും ആലോചിക്കേണ്ട, അതിൽ ചെറിയൊരു ടാസ്കിനെ മാത്രം ഫോക്കസ് ചെയ്യുക. അപ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ, ഇതൊരു ചെറിയ ടാസ്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ അത് പെട്ടെന്ന് ചെയ്യാലോ എന്നുള്ള മൈൻഡിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഇനി അങ്ങനെ പറ്റാത്ത ആൾക്കാർക്ക് വേറെ കാര്യമുള്ളതെന്ന് വെച്ചാൽ 2 മിനിറ്റ് റൂൾ എന്നുള്ള ഒരു കൺസെപ്റ്റ് ആട്ടോ. ഞാൻ 2 മിനിറ്റ് ഈ സാധനം ചെയ്ത് നോക്കട്ടെ, എന്നിട്ട് അവിടെ വെക്കുമെന്നുള്ള മൈൻഡിൽ നിങ്ങൾ 2 മിനിറ്റ് ചെയ്യുമെന്നുള്ള മൈൻഡിൽ തുടങ്ങി നോക്കാം. തുടങ്ങിക്കഴിഞ്ഞാൽ അതിനസ്ലി നിങ്ങൾ പോയിക്കോളും. നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, വലിയ ടാസ്കിനെ ചെറിയ ടാസ്ക് ആക്കിയിട്ട് ആ ചെറിയ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിൽ ഫോക്കസ് ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു ഡോപ്പമിൻ ഹിറ്റ് ഉണ്ട്, അത് മതിയാവും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സോഷ്യൽ മീഡിയ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓവറായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സാധനത്തിൽ നിന്നൊന്നും ആ ഒരു പ്ലഷർ കിട്ടില്ല, ആ ഒരു ഡോപ്പമിൻ ഹിറ്റ് നിങ്ങൾക്ക് കിട്ടില്ല. നമ്മളധികം ഈ റീൽസ് പോലത്തെ സാധനത്തിലൊക്കെ അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് തീരെ പറ്റില്ല. അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്ന സാധനം വളരെ കുറഞ്ഞു. അപ്പോൾ നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ കുറച്ച് ചെറിയ കാര്യങ്ങളാക്കി മാറ്റുക. എന്നിട്ടൊരു ലിസ്റ്റ് പോലെ, ടു ഡു ലിസ്റ്റ് പോലെ ഉണ്ടാക്കുക. എന്നിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഫോക്കസ് ചെയ്യുക. എന്നിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.